എല്ലാവർക്കും നമസ്കാരം. വളരെ നടുക്കുന്ന ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. മലപ്പുറത്ത് നിന്നുള്ള അധ്യാപകർ, അതായത് ഡ്രൈവറടക്കം 12 അധ്യാപകരും ഡ്രൈവറടക്കം 13 പേർ ഒരു ട്രാവലറിൽ സഞ്ചരിക്കുകയായിരുന്നു വാൽപ്പാറയിലേക്ക്. അവർ തൃശ്ശൂരിലൂടെ വന്ന് ചാലക്കുടി കൂടി, അങ്ങനെ അതിരപ്പള്ളി കൂടി, അങ്ങനെ വാൽപ്പാറയിലൂടെ താഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. ആ വാൽപ്പാറയിൽ ഇറങ്ങുന്ന ഭാഗത്ത് 13ാമത്തെ വളവിൽ വെച്ച് ഈ വണ്ടി കിട്ടാതെ വന്ന് നിയന്ത്രണം വിട്ട് ഈ വണ്ടി മറയുകയായിരുന്നു. ഈ വണ്ടി മറിഞ്ഞിട്ട് നേരെ താഴെ 9ാമത്തെ വളവിലേക്ക് വന്ന് വീഴുകയായിരുന്നു. ഏകദേശം ഒരു 200 അടി താഴ്ചയിൽ ഈ വാഹനം വന്ന് വീണു. പൂർണ്ണമായിട്ടും ഈ വാഹനം നശിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഡ്രൈവർ അടക്കം 13 പേരുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ആസിഖ് എന്ന് പറയുന്ന ഒരാളുടെ വാഹനമായിരുന്നു ഈ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ ഡ്രൈവർക്ക് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുകയാണ്. 7 വനിതാ അധ്യാപകരും ഒരു പുരുഷ അധ്യാപകനുമാണ് മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. തമിഴ് പ്രാദേശിക ചാനലുകളിൽ 10 പേർ മരിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അറിവായിട്ടുള്ളത് 8 പേർ മരിച്ചിരിക്കുന്നു. ഈ ട്രാവലറിൽ ഏകദേശം 13 പേരാണ് ഉണ്ടായത്. 12 അധ്യാപകരും ഡ്രൈവറടക്കം 13 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് അറിയപ്പെടുന്നത്. ഇവർ തൃശ്ശൂരിലൂടെ വന്ന് ചാലക്കുടി കൂടി വാൽപ്പാറയിൽ എത്തി വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഹെയർ പിന്നുകൾ അതീവ സുരക്ഷിതമായിട്ട് തന്നെ ഈ വാഹനം ഇറക്കിയാൽ മാത്രമാണ് ഈ ഹെയർ പിന്നുകൾ കയറി ഇറങ്ങുന്ന ഒരു രീതി നമുക്കറിയാം. രാത്രികാലങ്ങളിലും അതുപോലെ തന്നെ പകൽ സമയങ്ങളിലായിരുന്നാലും വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കേണ്ട ഒരു മേഖലയാണ് ഈ ഹെയർ പിന്നുകൾ. 40-ലേറെ വരുന്ന ഹെയർ പിന്നുകളാണ് ഈ വാൽപ്പാറ മേഖലയിലുള്ളത്. അതിൽ 13ാമത്തെ ഹെയർ പിന്നിൽ വെച്ചിട്ടാണ് ഈ വാഹനം മറിയുന്നത്. 9ാമത്തെ ഹെയർ പിന്നിലേക്കാണ് ഈ വാഹനം വന്ന് വീണ് പൂർണ്ണമായും തകർന്ന്, നിങ്ങൾ ഈ കാണുന്ന പോലെ പൂർണ്ണമായും തകർന്ന രീതിയിലാണ്. ഇതിലിപ്പോൾ ഡ്രൈവറടക്കം 5 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. പൊള്ളാച്ചി ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ അവർ ഉള്ളത്. ബാക്കി 8 പേർ, അതായത് അതിൽ 7 സ്ത്രീ അധ്യാപകരും ഒരു പുരുഷ അധ്യാപകനും ഉൾപ്പെടെയുള്ള 8 പേരാണ് മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.